എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ് കേട്ടോ. ഗോവയിൽ വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു യാത്ര പോവാണ്. എവിടത്തേക്കാണെന്ന് അറിയോ? നമ്മൾ ദൂദ്സാഗർ വാട്ടർഫാൾസ് വഴി ഒരു യാത്ര പോവാണ്. ദൂദ്സാഗർ വാട്ടർഫാൾസ് കാണുന്ന കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അപ്പം ഇന്ന് അതിനൊരു തീരുമാനമായി. അപ്പോൾ ഇന്ന് നമുക്ക് ദൂദ്സാഗർ വാട്ടർഫാൾസ് കാണാം. ഇവിടെ കാണുന്ന ഈ വണ്ടിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഈ ഒരു വണ്ടിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇത് ഏത് വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവയിലെ വാസ്കോഡ ഗാമയിൽ നിന്ന് ദൂദ്സാഗർ വാട്ടർഫാൾസ് വഴി ഹുബ്ബളി വഴിയൊക്കെ ചിക്കപ്പനാവാറ, ബാംഗ്ലൂർ അങ്ങനെ വഴി നേരെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വാസ്കോഡ ഗാമ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് ഞാൻ ഇന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് രാവിലെ 9 മണിക്ക് ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയാണ് വേളാങ്കണ്ണിയിലേക്ക്. അപ്പോൾ ഇന്ന് എൻഡ് ടു എൻഡ് ജേണിയാണ് ഈ ഒരു ട്രെയിനിൽ. അതുപോലെ തന്നെ രാവിലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറയണ്ടേ, കാനങ്ങാട് നിന്ന് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റിന് കയറിയിട്ട് ഗോവയിലോ മഡ്ഗാവിലോ ഒന്ന് ഇറങ്ങി അവിടെ നിന്ന് രാവിലത്തെ യശ്വന്ത്പൂർ വാസ്കോഡ ഗാമ എക്സ്പ്രസ്സിന് കയറിയിട്ട് വാസ്കോഡ ഗാമയിലേക്ക് എത്തി. അങ്ങനെ ഞാൻ വാസ്കോഡ ഗാമയിലേക്ക് എത്തിയത്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാരണം മംഗള ഫുള്ള് നൈറ്റാണ് വന്നത്. മറ്റേ വാസ്കോഡ ഗാമ എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് വന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോവാം. ഇതിലേ കയറി പോകാനുള്ള വഴിയലുണ്ട്, പക്ഷെ നമുക്ക് അതിലൂടെ തന്നെ പോവാം. നമുക്ക് മെയിൻ എൻട്രൻസ് വഴി തന്നെ കയറി പോവാം. മെയിൻ എൻട്രൻസ് ഒക്കെ കാണണ്ടേ, അത് കണ്ടിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഇതാണ് വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ഹുബ്ബളി ഡിവിഷൻ്റെ അണ്ടറിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷൻ. ഗോവയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കായി. ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രധാനപ്പെട്ട വണ്ടികളൊന്നും ഈ വാസ്കോഡ ഗാമ വേളാങ്കണ്ണി വണ്ടി പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പ്രസ് ഉണ്ടല്ലോ, ഗോവ എക്സ്പ്രസ്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ഹസരത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടുന്ന് പുറപ്പെടുന്ന ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വണ്ടി ഇവിടുന്ന് ജാർഖണ്ഡിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട്. ജാർഖണ്ഡിലെ ജസിൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊരു വീക്ക്ലി എക്സ്പ്രസ് വന്നിട്ട് അതാണ് ഇവിടുന്ന് പുറപ്പെടുന്ന ലോങ് ഡിസ്റ്റൻസ് വണ്ടി. പിന്നെ ഇതാണ് വാസ്കോഡ ഗാമ ടൗണിൻ്റെ ഭാഗത്തേക്കുള്ള കാഴ്ച. ഇത് അങ്ങനെയാണ്. ആ ഭാഗത്തൊക്കെ ടൗണാണ് വരുന്നത്. അങ്ങപ്പുറത്താണ് ബസ് സ്റ്റോപ്പൊക്കെ വരുന്നത്, അങ്ങ് കുറച്ച് അപ്പുറത്താണ്. നമുക്കിപ്പോൾ നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ട് തന്നെ പോവാം. ഐ ലവ് ഗോവ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സെൽഫി പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഐ ലവ് ഗോവ. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോവാം. സ്റ്റേഷൻ്റെ അകത്തൊക്കെ കയറിയിട്ടാകുമ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലുള്ള തന്നെയാണ് നമ്മളെ വണ്ടി വാസ്കോഡ ഗാമ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ്. എൻ്റെ സ്ലീപ്പറാണ് S1. കുറച്ച് മുന്നോട്ട് പോകണം. മൊത്തം പട്ടികളാണ് ഇവിടെ. ഇതാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ച്. ഇതാണ് ഈ S1. നല്ല പുത്തൻ കോച്ച് കേട്ടോ. ഇതാ 2024 മേഡ് സ്ലീപ്പറാണ്. 24 മേഡ് കോച്ചാണ്. 2024 മേഡ്. ഈ ഫസ്റ്റത്തെ 2 അക്കം സൂചിപ്പിക്കുന്നത് ഈ കോച്ച് നിർമ്മിച്ചെടുത്ത വർഷമാണ്. പിന്നെയുള്ള അക്കമുള്ള കോച്ച് നമ്പർ. ഇതാണ് എൻ്റെ കോച്ച് S1. ജനറൽ ക്ലാസ്സിൻ്റെ ഇപ്പം തന്നെ ആയിട്ടാ. ബാക്കി തേർഡ് AC സെക്കൻഡ് AC ഒക്കെ വരുന്നത് പുറകിലോട്ടാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് കൃഷ്ണരാജപുരത്തിൻ്റെ WDP-4 പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പിറകിലായിട്ടൊരു ഗോൾഡൻ റോക്കിൻ്റെ WDP-4 ഉണ്ട്. അപ്പോൾ ആ ഗോൾഡൻ റോക്കിൻ്റെ WDP-4 ലിഫ്റ്റ് അടിച്ച് പോകുന്നതായിരിക്കും. അത് ഓണൊന്നുമില്ല. ഇത് മാത്രമേ ഓണില്ലൂ. കൃഷ്ണരാജപുരത്തിൻ്റെ ഈ ഒരു ലീഡിങ് ലോക്കോ മാത്രമേ ഓണിലുള്ളൂ. ഈ ഒരു ഡീസൽ ലോക്കോ ചിക്കപ്പനാവാറ ഇല്ലേ, ബാംഗ്ലൂരിൻ്റെ അടുത്തുള്ള ചിക്കപ്പനാവാറ ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഈ ഒരു ഡീസൽ ലോക്കോ എടുത്തു മാറ്റി ഇലക്ട്രിക് കയറ്റി വിടും. പിന്നീട് വേളാങ്കണ്ണി വരെ ഇലക്ട്രിക്കിൽ പോകും. ചിക്കപ്പനാവാറ മുതൽ വേളാങ്കണ്ണി. അപ്പോൾ അതിനെ ട്രിച്ച് കഴിഞ്ഞിട്ട് ഗോൾഡൻ റോക്കിൽ അവിടെ എവിടെയെങ്കിലും അതിനെ കൊണ്ടുവിടായിരിക്കും ബാക്കിലത്തെ ലോക്കോനെ. പ്ലാറ്റ്ഫോം നമ്പർ 2 കാണുന്നത് വാസ്കോഡ ഗാമ പട്ന എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് ഇവിടുന്ന് പുറപ്പെടുന്ന മറ്റൊരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയാണ്. നമ്മളെ വണ്ടി ഉള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 1. ഞാൻ നേരത്തെ പറഞ്ഞ WDG-4 ഇതാണ്. ഇത് ഫുള്ളി ഷട്ട് ഡൗൺ ആണ്. ഇത് ഡെഡാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മിക്കവാറും ട്രിച്ചിയിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളിന്ന് പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ ഇതാണ് 173-15 വാസ്കോഡ ഗാമയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക്.
123:16 റിട്ടേൺ വരും വേളാങ്കണ്ണിയിൽ നിന്ന് വാസ്കോ ഡ ഗാമയിൽ. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഹുബളി ഡിവിഷൻ്റെ ട്രെയിനാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിന് 4 അൺറിസർവ്ഡ് കോച്ചുണ്ട്, അത് 4 ഫ്രണ്ടിൽ, പിന്നെ 8 സ്ലീപ്പർ, 2 തേർഡ് AC, 3 തേർഡ് AC എക്കണോമി, ഒരൊറ്റ സെക്കൻഡ് AC, പിന്നെ 2 ഇതുപോലത്തെ ജനറേറ്റർ കാറും. ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ഇതുവരെ എന്ത് വൃത്തിയാന്ന് നോക്കിയാൽ. ഓക്കെ, ഫുള്ള് നല്ല അടിപൊളി വെച്ചിട്ടാ, നല്ല വൃത്തിയുണ്ട്. ഇതാ ജനറൽ കമ്പാർട്ട്മെൻറ്റിലടക്കം ചാർജിങ് പോർട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ 3 ഉണ്ട്, അവിടെ ഉണ്ട് ഒരെണ്ണം. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് വൃത്തിയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ ട്രെയിനുകൾ അധികം നല്ല വൃത്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ ഒരു ട്രെയിനിൽ കയറുന്നത്. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്ന S1 കോച്ച് ഇതാണ്, സ്ലീപ്പർ കോച്ച്. നല്ല വൃത്തിയുണ്ട് കേട്ടോ സ്ലീപ്പറിലും. ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്, പിന്നെ ബർത്തൊക്കെ നല്ല വൃത്തിയുണ്ട്. ബർത്ത് സൈഡ് അപ്പറിനില്ല, ലോവറിന് മാത്രമേ ചാർജിങ് പോർട്ടുള്ളൂ, അപ്പറിനില്ല. എൻ്റേത് കുറച്ച് അപ്പുറത്താണ്, 48 സൈഡ് അപ്പർ. ഞാൻ സൈഡ് ലോവർ കൊടുത്ത് കിട്ടിയ സൈഡ് അപ്പറിൽ കിട്ടി. അകത്ത് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഫാനൊന്നും ഓണായിട്ടില്ല, ഫാനൊന്നും ഓണാ നേരെ പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. ഈ ട്രെയിനിൻ്റെ ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ ഈ ട്രെയിന് എല്ലാ തിങ്കളാഴ്ചയും വാസ്കോ ഡ ഗാമയിൽ നിന്ന് എടുത്ത് ചൊവ്വാഴ്ച 12:25 വേളാങ്കണ്ണി എത്തും. പിന്നെ തിരിച്ച് വേളാങ്കണ്ണിയിൽ ചൊവ്വാഴ്ച രാത്രി 11:50 എടുത്തിട്ട് വെള്ളിയാഴ്ച 2:40 വാസ്കോ ഡ ഗാമയിൽ എത്തും. അങ്ങനെ ഈ ട്രെയിനിൻ്റെ ടൈമിങ് വരുന്നത്. അതുപോലെ തന്നെ 1363 കിലോമീറ്റർ ടോട്ടൽ കവർ ചെയ്യുന്നുണ്ട്. 27 മണിക്കൂറും 25 മിനിറ്റും എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 27 സ്റ്റോപ്പ് ഉണ്ട് ഈ ട്രെയിനിന്. ഹിയർ വി ഗോ. കൃത്യം 9 മണിക്ക് തന്നെ വാസ്കോ ഡ ഗാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടാണ്. നിർത്തിയല്ലേ ഇവിടെ വീണ്ടും. വലിയൊരു കർവാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ട്രാക്ക് പണി ഉണ്ടായതുകൊണ്ട് മലയാന്ന് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് മടിക്കാവാണ് കേട്ടോ. മടിക്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം 9:56. ട്രെയിനിൻ്റെ ആദ്യത്തെ ഹാൾട്ട് കൊങ്കൺ റെയിൽവേയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് വന്ന് കൊങ്കൺ റെയിൽവേയിൽ കയറി ഇനിയിപ്പോൾ ആദ്യം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്കുള്ള ലൈനിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകും ഇവിടുന്ന്. ഈ റൈറ്റിൽ കാണുന്ന ലൈന് മംഗലാപുരത്തേക്ക് പോകുന്ന ലൈനാണ്, കൊങ്കൺ റെയിൽവേ. ഈ റൈറ്റിൽ കാണുന്നത് നമ്മുടെ ഉള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ.
നമ്മൾ ലോണ്ട ലൈനിലേക്ക് തിരിഞ്ഞു. ഇത് നേരെ മംഗലാപുരം ലൈൻ, അത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോയി. നമ്മളങ്ങനെ കുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ലോക്കോസാണ് കേട്ടോ. ഇവിടുന്ന് ഗഡ്സിലേക്ക് കൊണ്ടുപോകാൻ ടാങ്കറായിട്ട് പിടിപ്പിക്കാനായിട്ട് കുറേ ലോക്കോമോട്ടീവ്സാണ്. ഇവിടെ ഒരു ട്രിപ്പിൾസ് കാണുന്നുണ്ട്. മേ ബി ഇതായിരിക്കണം നമുക്ക് പിടിപ്പിക്കാനുള്ള ലോക്കോ, ടാങ്കറായിട്ട്. ഓ അല്ല ഇതായിരിക്കില്ല താഴെ ഈ ട്രിപ്ലസ്. ഓണന്നെ അയച്ച് അത് ഓഫാണ്. ഡെഡ്. അപ്പോൾ ഇതായിരിക്കട്ടെ മിക്കവാറും നമുക്ക് ഇവിടുന്ന് ബാക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ലോക്കോസ്. ട്രെയിൻ ഇപ്പോൾ കുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ വണ്ടിക്ക് ബാംഗ്ലൂർ പിടിപ്പിക്കും. പുറകെ 3 ലോക്കോമോട്ടീവ് പിടിക്കും. കാരണം ഇനിയിപ്പോൾ കുലത്തുനിന്ന് മീത്ത കാസിൽ റോക്കിലേക്ക് ഒരു ഗഡ് സെക്ഷനാണുള്ളത്. അതായത് പ്രസംഗ ഗഡ് സെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നിലവിൽ ഗോവയിലാണ്. അപ്പോൾ നമ്മൾ ഗഡ്സ് കയറി മീത്ത കർണാടകയിലേക്ക് എത്തും. അപ്പോൾ ആ ഗഡ്സിൻ്റെ ഇടയിലാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്, ദൂദ്സാഗർ വാട്ടർഫാൾസ്. അപ്പം അതിപ്പോൾ എത്തും, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാംഗ്ലൂർ ലോക്കോമോട്ടീവ് അവിടെ കുടിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കുറേ ഫ്രണ്ടിലുണ്ടായിട്ട് ബാക്കിലോട്ടേക്ക് പോകുന്നില്ല, കുറേ നടക്കണം. പിന്നെ ഇവിടെ ഡോറിൻ്റെ സൈഡ് ആൾക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ വീഡിയോ എടുക്കാനും പറ്റില്ല. പിന്നെ ഈ ദൂദ്സാഗർ വാട്ടർഫാൾസിലേക്ക് ഒരു വർഷം മുമ്പ് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 1 മാസം മുമ്പേ ടിക്കറ്റൊക്കെ എടുത്ത്. പക്ഷേ ലാസ്റ്റ് ടൈം നമ്മൾക്ക് ഇവിടത്തേക്ക് ട്രെയിൻ പോകാത്തത് കൊണ്ട് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് അന്ന് ഒരു പൂർണ്ണ എക്സ്പ്രസ്സിൻ്റെ അതായത് പൂനെയിലേക്ക് പോകുന്ന പൂർണ്ണ എക്സ്പ്രസ് മഡ്ഗാവിൽ പോയി ദൂദ്സാഗർ വഴി ലോണ്ട കയറിയിട്ട് മിർജ കയറിയിട്ട് പൂനെ പോകേണ്ട വണ്ടി അന്ന് ഡൈവേർഷൻ ചെയ്തിട്ട് മഡ്ഗാവിൽ നിന്ന് പൻവേൽ വഴി കർജത്ത് പോയി അങ്ങനെ വിട്ട്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. മഡ്ഗാവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് മുമ്പ്, ഒരു കൊല്ലം മുമ്പ്. അന്നാണ് ഞാൻ പറഞ്ഞിട്ട് എന്തായാലും അടുത്ത വർഷം പോകാൻ ശ്രമിക്കുന്നത്. അപ്പം എന്നാൽ ആ ദിവസം വന്ന് എത്തി. 10:20 കുലം ഡിപ്പാർട്ട് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യുന്നുള്ളത് 11:28, 1 മണിക്കൂർ ഡില. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴ.
മൊത്തം കോട കയറിയിരിക്കുക, ഒന്നും കാണുന്നില്ല. പക്ഷേ കോടയല്ല, മഴയാണ്, മഴ. ഈ വ്യൂ ഒക്കെ നിങ്ങൾ, ഇത് താഴെ മൊത്തം കാണേണ്ടതാണ്. മഴ കാരണം ഒന്നും വിസിബിൾ ആവുന്നില്ല താഴെ ഒന്നും. കോട കയറിയിരിക്കുകയാണുണ്ട് ഇപ്പോൾ, ഇവിടെ ഇപ്പോൾ കോട കയറിയിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവില്ല, 0 വിസിബിലിറ്റി. ഓക്കെ, എൻ്റെ റബ്ബി ലോക്കപ്പായിരുന്നു, സമ്മതിക്കണം കേട്ടോ. ട്രെയിൻ ഇപ്പോൾ ലോണ്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ദൂദ്സാഗർ വാട്ടർഫാൾസ് ഗഡ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലോണ്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ ദൂദ്സാഗർ വാട്ടർഫാൾസിലേക്ക് വരുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനാ പറയാം. അത് ആദ്യം നമ്മൾ കുലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് സൊണാലിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുക. സൊണാലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറാം. ലെഫ്റ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങോട്ടൊരു പോകുമ്പോൾ നിങ്ങൾക്ക് ദൂദ്സാഗർ വാട്ടർഫാൾസ് ദൂരെ കാണാൻ സാധിക്കും. ഒരു മൂന്ന് തവണ കാണാൻ സാധിക്കും. ആദ്യം കുറച്ച് കണ്ട്, പിന്നെ കുറച്ച് മരങ്ങൾ മറിഞ്ഞ്, പിന്നെ ആദ്യം ഒരു വ്യൂ കണ്ട്, പിന്നെ കുറച്ച് മരങ്ങൾ മറിഞ്ഞ്, പിന്നെ ആദ്യം ഒരു വ്യൂ കാണും. അങ്ങനെ 3 തവണ ആ വാട്ടർഫാൾസിനെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുക. റൈറ്റ് സൈഡിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ദൂദ്സാഗർ വാട്ടർഫാൾസിൻ്റെ മെയിൻ വ്യൂ, ആ അടുത്തുനിന്നുള്ള വ്യൂ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു വ്യൂ കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഇരുന്ന് നിങ്ങൾക്ക് അടിപൊളി ഒരു മനോഹരമായ താഴ്വാരം, അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം കാണാൻ പറ്റില്ല, കാരണം ഫുള്ളും മഴ ആയതുകൊണ്ട് മഞ്ഞും അതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലോണ്ട ജംഗ്ഷനിൽ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യാം, 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. അപ്പോൾ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്യാനായി. നമ്മളെ പൂർണ്ണ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് ഇവിടെ വന്നിട്ട് ലോക്കൽ റിവേഴ്സിൽ അടിച്ചിട്ടാണ് പൂനെയിലേക്ക് പോകുന്നത്. കേരളത്തിൽ നിന്ന് ദൂദ്സാഗർ വാട്ടർഫാൾസിലേക്ക് വരാൻ പറ്റിയ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, അത് എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്. മഴ വരുന്നുണ്ട് നല്ല. സമയം ഇപ്പം 3:36. ട്രെയിൻ ഹുബള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മണിക്കൂറും 10 മിനിറ്റ് ഉണ്ടില്ല, 20 മിനിറ്റ് ഉണ്ടില്ല. സമയം ഇപ്പം 3:40. ഇവിടെ 2:20 എത്തേണ്ട ട്രെയിനാണ് ഇപ്പം 3:40 എത്തിയത്. അതായത് 1 മണിക്കൂറും 20 മിനിറ്റ് കിട്ടിയില്ല. ട്രെയിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൽ. നിർത്തി. ഓക്കെ, അപ്പം ഇതാണ് ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ. SSS ഹുബള്ളി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വരുന്നത്. അതായത് SSSൻ്റെ ഫുൾ ഫോം വരുന്നത് ശ്രീ ചിത്തരൂത സ്വാമീജി ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനാണ് വേൾഡ് ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ. അതായത് 1507 കിലോമീറ്ററാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ദീർഘമുള്ളത്. ഇതല്ല, അങ്ങ് അപ്പുറത്ത് 1, 2 ആ ഭാഗത്തുള്ള പ്ലാറ്റ്ഫോമാണ്. നമുക്ക് പോകുമ്പോൾ കാണാം. ഇവിടെ ഈ സമയത്ത് എത്തിയപ്പോൾ ഫുള്ള് കച്ചവടമാണ് കേട്ടോ. ഫുള്ള് കച്ചവടം ഈ കണക്കുന്നുണ്ട്. ബിരിയാണി, ഇഡ്ഡലി വട, സമൂസ എല്ലാം ഉണ്ട്. ഇത്ര ട്രെയിലൊന്നും ഉണ്ടായിട്ടില്ല. ട്രെയിനിൽ ഓൺ ബോർഡ് കാറ്ററിങ് മാത്രമേ ഉള്ളൂ, പാൻട്രി ഒന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ആരും കയറിയിട്ട് വന്നിട്ടുമില്ല ഓൺ ബോർഡ് കാറ്ററിങ് ആറും. ഇപ്പോൾ കുറേ ഫുഡൊക്കെ വരുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു BTBN ഫ്രൈറ്റർ കിടപ്പുണ്ട്. ഇത് എവിടത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ ഇവിടത്തേക്ക് വന്നതായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ ഈ ഹുബ്ബള്ളി എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്, ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മൊത്തത്തിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ ഹുബ്ബള്ളി ഡിവിഷൻ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലുള്ള ഡിവിഷൻസ് ബാംഗ്ലൂരു, മൈസൂർ ആൻഡ് ഹുബ്ബള്ളി. അതിൽ ഹുബ്ബള്ളി ഹെഡ് ക്വാർട്ടേഴ്സും. ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ട്രെയിൻ ഡിപ്പാർട്ട്. ഇപ്പുറത്ത് ഹുബ്ബള്ളി വിജയപുര സ്പെഷ്യൽ. അതിൻ്റെ ഒരു WDP4 ആണ് ഹുബ്ബള്ളി ലോക്കോ ഷെഡിൻ്റെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോമാണ് അവിടെ കാണുന്നത്. വേൾഡ്സ് നമ്പർ 1 ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം. ഒന്നാമതുള്ളത് ഹുബ്ബള്ളി, രണ്ടാമത് ഗോരഖ്പൂർ, മൂന്നാമത് നമ്മളെ സ്വന്തം കേരളത്തിൽ കൊല്ലം ജംഗ്ഷൻ. ഇത് മുഴുവനും ചിത്രീകരിച്ചിരുന്നെങ്കിൽ സമയം ഒരുപാട്, ലെങ്ത് ഒരുപാടോ വീഡിയോക്ക്. പ്ലാറ്റ്ഫോമിലൂടെ അതാ പശുക്കളൊക്കെ നടക്കുന്നത്. ഇത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വന്ന ലോണ്ട ജംഗ്ഷൻ എന്നുള്ള ലൈന്, പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വിജയപുര ട്രെയിൻ കാണിച്ചിട്ട് ആ ട്രെയിൻ പോകുന്ന കട്ടക് ജംഗ്ഷൻ വിജയപുര ആ ഒരു ലൈനും, പിന്നെ ഇപ്പോൾ നമ്മൾ പോകാൻ വന്ന SMM ഹാവേരി അങ്ങനെ ആ ഒരു ലൈനും, പിന്നെ കുറേ ബൈപ്പാസ് ലൈനും ഉണ്ട്. ഗഡക് ജംഗ്ഷന്ന് ലോണ്ടയിലേക്ക് പോകുമ്പോൾ ഹുബ്ബള്ളി കയറാതെ ബൈപ്പാസ് അടിച്ച് പോകേണ്ട ലൈനുണ്ട്. അത് കുറച്ച് അപ്പുറത്തായി ലെഫ്റ്റ്. പ്ലാറ്റ്ഫോം ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. സ്റ്റേഷൻ കോഡ് വരുന്നത് UBL. ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനോട് വിട. പ്ലാറ്റ്ഫോം കഴിയാനായി. ഇതാ ഇവിടത്തേക്കൊരു ലോക്കോമോട്ടീവ് വന്ന്. ഇതാണ് ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം. ഈ ഒരു സ്ട്രക്ചറൊക്കെ ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത്, പക്ഷെ എന്നാലും ഇലക്ട്രിക് ലോക്കോസ് ഒന്നും ഓടി തുടങ്ങിയിട്ടില്ല. ഇത് കാണുമ്പോൾ നമ്മളെ പണ്ടത്തെ ഒരു ഷൊർണൂർ മംഗലാപുരം സ്ട്രക്ചറാണ് ഓർമ്മ വരുന്നത്. ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടും 2 കൊല്ലം ഡീസൽ തന്നെ ഓടിയിട്ടുണ്ടായിട്ടുണ്ട് അതിന് നമ്മളെ സ്ട്രക്ചറൊക്കെ. ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ കാഴ്ച എങ്ങനെയാണ് കേട്ടോ. നമ്മളിവിടുന്ന് റൈറ്റിലോട്ട് പോകും. ബിരൂർ ജംഗ്ഷൻ ലൈൻ. ഈ നേരെ കാണുന്ന ലൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടക് ജംഗ്ഷൻ വിജയപുര ലൈൻ. അടുത്ത സ്റ്റോപ്പ് വരുന്നത് SMM ഹാവേരിയാണ് കേട്ടോ. നമ്മൾ ഡൈവേർട്ട് ചെയ്തു.
ഇനിയിപ്പോൾ ദേവങ്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് ദേവങ്കര റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൻ്റെ അകത്തെ കാഴ്ച എങ്ങനെയാണ്? ഇവിടെയൊക്കെ മൊത്തം കാലിയായി കിടക്കുകയാണ്. ഈ എൻ്റെ ക്യാമറ വൈഡ് ആംഗിൾ ഇടുമ്പോൾ എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. ഈ ട്രെയിൻ ആദ്യമായി ഓടിയ വർഷം 2011 2011 ഓഗസ്റ്റ് 26 ഈ വണ്ടി ആദ്യമായി ഓടിത്തുടങ്ങിയത്. അന്ന് ഇത് നാഗപട്ടണം വരെയായിരുന്നു ഓടിയത്. മാർച്ച് 4, 2024 ഈ വണ്ടിക്ക് LHP കിട്ടിയത്. അതുവരെ ഈ വണ്ടി പഴയ ഉൾക്കുറ്റ് കോച്ചായിരുന്നു. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ അടുത്തുള്ള ചിക്കപ്പനാവാല ജംഗ്ഷനിൽ ലോക്കോ ചേഞ്ചുണ്ട്, ഇലക്ട്രിക് ലോക്കോ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സേലം ജംഗ്ഷൻ തമിഴ്നാട്ടിലെ ഈറോഡ് ജംഗ്ഷൻ, തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, നാഗപട്ടണം ജംഗ്ഷൻ, ഈ 3 സ്ഥലത്തുനിന്നും ലോക്കോ റിവേഴ്സലും ഉണ്ട് ഈ ട്രെയിൻ ഇപ്പോൾ ബിരൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോഴും ആ ഒരു ലൈറ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ലൈറ്റ് ഉണ്ട്. ഇവിടെ നേരത്തെ 6:20 6:07 എത്തേണ്ട ട്രെയിനാണ് ബിരൂർ ജംഗ്ഷൻ. ഇവിടുന്ന് പോകുന്ന ലൈനുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇവിടെ നിന്ന് തലക്കുപ്പ, ശിവമൊഗ്ഗ ടൗൺ ആ ഒരു ഭാഗത്തേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വന്നൊരു ലൈന്. പിന്നെ ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറത്തായി കടൂർ ജംഗ്ഷനിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്, കടൂർ ജംഗ്ഷൻ. അവിടെ നിന്ന് വീണ്ടും 2 ലൈൻ തിരിഞ്ഞിട്ട് ഒന്ന് അരിസിക്കര ഭാഗത്തേക്കും ഒന്ന് ചിക്കമംഗ്ലൂർ ഭാഗത്തേക്കും പോകും. നമ്മൾ അവിടെ നിന്ന് നേരെ അരിസിക്കര ഭാഗത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു ഡൈവേർഷൻ വരുന്നത് ഇവിടുന്നല്ല, ഇവിടുന്ന് 6 കിലോമീറ്റർ മാറി കടൂർ ജംഗ്ഷനാണ്. അവിടെ വണ്ടി സ്റ്റോപ്പൊന്നുമില്ല, വണ്ടി ഇവിടുന്ന് എടുത്തു. ഇപ്പോൾ ക്ലൈമറ്റ് ഒന്നാകെ മാറിയിട്ടാണ്. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. മഴയൊന്നുമില്ല, പക്ഷെ ഭയങ്കര തണുപ്പ്. വാസ്കോഡ ഗാമയിൽ നിന്ന് 503 കിലോമീറ്റർ കവർ ചെയ്ത് ഇപ്പോൾ ട്രെയിൻ അരിസിക്കര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂട്ട് ഇലക്ട്രിഫൈഡ് ആയെങ്കിലും ഇവിടെ ഫുള്ളി ഇലക്ട്രിക് ട്രെയിൻസ് ഓടാൻ തുടങ്ങിയിട്ടില്ല. ഒരു 70% ഡീസൽ ട്രാക്ഷൻ തന്നെയുള്ളത്. ഇത് മിക്സ്ഡ് ട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇലക്ട്രിക്കും ഉണ്ട്, ഡീസലും ഉണ്ട്. ഇലക്ട്രിക് ലോക്കോസ് ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇവർക്ക്. അരിസിക്കര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇവിടെ എത്തി, അരിസിക്കര ജംഗ്ഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഗോവയിലെ വാസ്കോഡ ഗാമയിൽ നിന്ന് അരിസിക്കര ജംഗ്ഷൻ വരെയുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോ നാളെ രാവിലെ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന അവിടെ നമുക്ക് കാണാം. അത് അടുത്ത പാട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വീഡിയോ അടുത്ത പാട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം ഒരുപാട് വേളാങ്കണ്ണി വരെ ഈ ഒരു വീഡിയോ തന്നെ ആക്കിയെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.